നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. നമ്മുടെ ഐഫോൺ റീസെന്റ് നമ്മുടെ സ്ക്രീൻ ഒന്ന് പൊട്ടിയിട്ടായിരുന്നു. അത് നിലത്ത് കൊണ്ടിട്ട് കൈ നിലത്ത് കൊണ്ടിട്ട് പൊട്ടിയതാണ്. പക്ഷേ നമ്മുടെ ടെമ്പർ ഗ്ലാസും സംഭവം കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഐഫോൺ നിങ്ങൾ ഓൺലൈൻ വാങ്ങിച്ചതാണോ എങ്കിലും നിങ്ങൾക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കും, നമ്മുടെ കേരളത്തിലൊന്നും നമ്മുടെ ഒഫീഷ്യൽ ആപ്പിളിന്റെ സ്റ്റോറും സംഭവമൊന്നുമില്ല. ഇന്ത്യയിൽ തന്നെ ആകെ പറഞ്ഞുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റീസെന്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇമാജിൻ അതുപോലത്തെ കുറച്ച് ബ്രാൻഡുകളാണല്ലോ, ഓതറൈസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ് ഐഫോൺസ് വിൽക്കുന്നതും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതും. ഞാൻ എന്റെ ഫോൺ ആക്ച്വലി ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധനം സർവീസ് ചെയ്ത് കിട്ടി. പക്ഷെ ഒടുക്കത്തെ വിലയാണ് കേട്ടോ. 20,000 രൂപയ്ക്ക് നമുക്ക് ഒരു സ്ക്രീൻ റീപ്ലേസ്മെന്റ് വരുന്നത് ഐഫോൺ 13 സീരീസിന്. 20,000 രൂപയ്ക്ക് പ്ലസ് നമുക്ക് റേറ്റ് വരുന്നത്. നമുക്ക് ആക്ച്വലി അതിനെക്കാട്ടും കുറച്ച് സംഭവങ്ങളൊക്കെ കുറഞ്ഞു കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ അവരുടെ കുറേ പ്രോഡക്ട്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പോയിന്റ്സ് കുറവുണ്ടായിരുന്നു. നമ്മുടെ ഐഫോൺ ആപ്പ്, മാക്ബുക്ക് അങ്ങനെ എല്ലാം നമ്മൾ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പോയിന്റ്സ് കുറേ ഉണ്ടായിരുന്നു. അത് നമുക്ക് കുറഞ്ഞു കിട്ടിയിരുന്നു. പിന്നെ നമുക്കൊരു ഓഫറും ഉണ്ടായിരുന്നു, കാർഡ് ഓഫറും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു 15 സംതിങ് റേഞ്ചിൽ